പ്രിയ സഹോദരനെ, കുറച്ച് ദിവസങ്ങളായി ഞാനൊന്നും വീഡിയോ ചെയ്യാറില്ല. എങ്കിലും ചിലതൊക്കെ പറയാതിരിക്കാൻ വലിയ പ്രയാസം വരുന്നു. അതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, എൻ്റെ വീഡിയോ കണ്ടുവരെത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്നുകൂടെ നിങ്ങൾ ചില കഥകൾ മണ്ടമയ്ക്കകത്തൊക്കെ വായിക്കുമ്പോൾ, നീണ്ട കഥ വായിക്കുമ്പോൾ കഥ ഇതുവരെ എഴുതി വെച്ച് ബാക്കി കഥ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു 6 വർഷത്തിന് മുമ്പ് നല്ലവനായ ഒരു പുരോഹിതൻ വിമൽ മാമൻ ചെറിയാനച്ഛൻ, പണത്തോട് അത്യാഗ്രഹമില്ല. പണം മേടിച്ചാലും ശുശ്രൂഷ ചെയ്യാനോ പ്രാർത്ഥനയ്ക്ക് വരാനോ അദ്ദേഹം ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞില്ല. അഹങ്കാരത്തിൻ്റെ ഒന്നാമത്തെ വെച്ച് ആ മനുഷ്യൻ ദേവാലയത്തിൽ വന്നതിന് ശേഷം ആ ദേവാലയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തലപ്പത്തിരിക്കുന്നവൻ അഴിമതി കാണിച്ചാൽ താഴെ ഇരിക്കുന്ന ട്രസ്റ്റിയാളും സെക്രട്ടറിയാളും അവന് തോന്നിപോലെ ചെയ്താൽ ആരും ചോദിക്കാനില്ല, പോട്ടെ. അന്ന് തുടങ്ങി ഞാൻ പല കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തു. അവർ പല ഒഴിവുകൾ പറഞ്ഞെങ്കിലും ഞാനത് അവരെ കൊണ്ട് ചെയ്യിച്ചു. അതിൻ്റെ വാശിക്ക് ആ സമയം തുടങ്ങി ഞാൻ പതിവായിരുന്ന് ദേവാലയത്തിൽ പതിവായിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെ ഫാൻ ഓഫ് ചെയ്തിടുക, എല്ലാ ദ്രോഹങ്ങളും ചെയ്യുക. ഫാനൊന്നും 2 ദിവസമല്ല, ആഴ്ചകളോട് ഓഫ് ചെയ്തിട്ടുന്നു. ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു. അവരെന്നോട് കള്ളം പറഞ്ഞ് ഞാൻ തിരിച്ചു ചോദിക്കുമ്പോൾ അവർ വായും മൂടി കെട്ടിയോടും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുപോട്ടെ, ആ കള്ളൻ ഇവിടുന്ന് പോയി. അതിനേക്കാൾ കൊടുക്കാത്ത ഒരു ദരിദ്രവാസി പുരോഹിതനായി പോകാനേക്കുന്നേ എന്നോട് നേരിട്ട് കള്ളം പറഞ്ഞു. അത് പറയുന്നില്ല. അവരോട് ഞാൻ കൊടുത്ത മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് പറയുന്നില്ല. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഈ കള്ളന്മാർ വന്നാൽ ദേവാലയം 3 വർഷം സംരക്ഷിക്കേണ്ട കടമയോട് അവർക്കുണ്ടോ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരെയുള്ളതാണോ എന്ന് ചെന്ന് നോക്കേണ്ട കാര്യം ഇവർക്കുണ്ടോ? ഇല്ല. ഇന്ന് പള്ളിയും പരിസരവും വൃത്തിയാക്കി ടൈൽസ് സിമെൻ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യാനും എല്ലാം കാശുണ്ട്. എന്നാൽ 6 വർഷമായിട്ട് ഞാൻ പറയുന്നു, വടക്കേ വരാന്തയിൽ, പള്ളിയുടെ വടക്കേ വരാന്തയിൽ ഓട് നീക്കിയത് ആ സൈഡിലുള്ള ബെഞ്ചെല്ലാം തന്നെ ദ്രവിച്ചു പോകുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ലൈവൊക്കെ ഇട്ടതാണ്. എന്നാൽ 4 ദിവസത്തിന് മുമ്പ് ട്രസ്റ്റി, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ട്രസ്റ്റി അവിടെ ഇല്ല. തിരിച്ചു വരുന്ന സമയത്ത് ട്രസ്റ്റി അവിടെ നമ്മുടെ വാച്ച്മാനാണ് ചീഫ് അഡ്വൈസറും ട്രസ്റ്റി കൂടെ താഴെ ബാസ്കറ്റ് ബോൾ കോർട്ടിലോട്ട് നോക്കി എന്തൊക്കെ സംസാരിക്കുന്നു. ഞാൻ പോയി അടുത്ത് നോക്കിയപ്പോൾ അവിടെ സൈഡിൽ കോൺക്രീറ്റ് നടക്കുന്നു. അപ്പം ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ 1 മിനിറ്റ് എൻ്റെ അടുത്ത് കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ചോദിച്ചാൽ വരാം. ഞാൻ വടക്കേ വരാന്തേക്ക് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു, അപ്പോഴും വിമമ്മാമ്പൻ ചെറിയാനച്ച പറഞ്ഞ വാക്കാ, അത് നോക്ക്, വടക്കേ വരാന്തയിൽ ലീക്ക് കണ്ടുപിടിക്കുന്നത് പുറത്ത് കയറണമെന്ന്. അന്ന് ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇപ്പം പറയുന്നില്ല. ഇവനും അത് തന്നെ. അവൻ പറയുന്നത്, ആ ഓട് മേടിക്കരുത് നോക്കെങ്കിൽ എവിടെ ലീക്കെന്ന് അറിയാനൊക്കത്തുള്ളൂ. എനിക്കറിയത്തില്ല ഏത് കോളേജിൽ പഠിച്ച ഇവരെന്ന്. വരാന്തര താഴെ മഴയുള്ള സമയത്ത് നിന്ന് നോക്കെങ്കിൽ ഏത് ഓടിൻ്റെ സൈഡിൽ കൂടെ എവിടെ കൂടെ ലീക്കുള്ളതെന്ന് അറിയാനൊക്കത്തുള്ളൂ. പോട്ടെ, അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ അറിയാൻ പറ്റാൻ ഇവിടെ, അതായത് ഒരു 6 മാസം മുമ്പ്, ഈ ടെസ്റ്റിന് മുമ്പായിട്ട് വടക്കേ വരാന്തര പടിഞ്ഞാറേ ഭാഗത്ത് കുറച്ച് ഭാഗം മൂടിച്ച് അതൊക്കെ എന്തൊക്കെ ചെയ്തു. അച്ചാൽ കണ്ട ഒരു സീലിംഗ് ഫാൻ ഇതുവരെ ഞാൻ ഇവിടെ ഇട്ടില്ല. കാരണം ഈ ഓട് കണ്ട് അകഞ്ഞിരിക്കും. ഞാൻ ചോദിച്ചത് ആരുടെ കുഴപ്പം? എൻ്റെ കുഴപ്പമില്ല, എൻ്റെ സമയത്തല്ല. കൈ കഴുകിയോ? എന്നാൽ അവരുടെ സമയത്തെ അല്ല. എങ്കിലും ഒരു പുരോഹിതൻ വികാരിയായി ദേവാലയത്തിരിക്കുമ്പോൾ അവിടെ എന്ത് പണി നടന്നാലും അത് ബില്ല് പാസ്സാക്കണമെങ്കിൽ വികാരി അറിയാതൊക്കത്തില്ല. അപ്പോൾ വികാരിയുടെ ചുമതലയാണ് ട്രസ്റ്റിയാണോ സെക്രട്ടറിയാണോ കമ്മിറ്റി മെമ്പറാണോ അവരോട് ആ പണി നിങ്ങൾ നോക്കി ഒന്ന് ചോദിക്കുക. നോക്കെങ്കിൽ പ്രശ്നം ഉണ്ടാകുമോ? ഇല്ല. എന്നാൽ വേണ്ട,
ഇത് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലാണ് എൻ്റെ കാലത്തേതല്ല എന്ന് പറയുന്നത്. എടാ, ഇത് നിൻ്റെ കാലത്തെ അല്ല, നിൻ്റെ കൂടെ ദേവാലയമാണ്. അവിടെ ഈ പോരാളി കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും ആരെങ്കിലും ചെയ്തെങ്കിൽ അത് ശരിയാക്കേണ്ട കടമ നിൻ്റെ കൂടാണ്. ഇന്നും ആ ഫാൻ അവിടെ ഇല്ല, ആ ബോർഡ് അകന്നു കിടക്കുക. അപ്പം ഞാൻ ഇവനോട് പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ, അതായത് ഞാൻ വീഡിയോ ചെയ്ത പൊറ്റക്കാപ്പള്ളിയിലെ കാതോലിക്ക ജലപ്പിരിവിൻ്റെ കവറിൽ നിന്ന് 52,000 രൂപ കാണാനില്ല. അത് ഞാൻ പറഞ്ഞതല്ല, വികാരി പൊതുയോഗത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ വികാരി പലതും പറഞ്ഞു, എങ്ങനെ പോയി, എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് കവറിൽ നിന്ന് കാശ് പോയിരിക്കുന്നതൊക്കെ പറഞ്ഞു. അതിനൊരു എക്സ്ക്യൂസും കൊടുത്തു. ഈ കാശ് കവറിൽ നിന്ന് പോയിട്ടില്ല, അല്ലാതെ അവർ ഇട്ടവരെ കാശ് ഇട്ടില്ല എങ്കിൽ എക്സ്ക്യൂസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കവറിൻ്റെ പുറത്ത് എത്ര രൂപ എന്നുണ്ട്. ആ കവർ തുറക്കുമ്പോൾ അതിനകത്ത് കാശില്ലെങ്കിൽ അവരെ വിളിച്ചു ചോദിക്കാം. അവരെല്ലാം ഇവൻ്റെയൊക്കെ മറ്റേടത്ത് വരെ ഇവരുടെ എല്ലാം നമ്പറുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് വിളിച്ചു ചോദിച്ചുകൂടാ? ഇതൊക്കെ കള്ളം എന്നോടാ പറഞ്ഞു വരുന്നത്. കാശ് മോശം പോയി, ഈ ടെസ്റ്റ് സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ ഓരോന്ന് ചോദിച്ചുകൊണ്ട് വന്നതും അഡ്വൈസർ വാച്ചോ വിളിച്ചുകൊണ്ട് അങ്ങ് പോയി. എങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വാട്ടിൽ പോയി. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പള്ളിയിൽ പോയി. ഇന്നലെ പള്ളിയിൽ ചെന്നു. എന്നെ കണ്ട് അവിടെ മുറ്റത്ത് പണി നടക്കുന്നു. കണ്ട് ഞാൻ നോക്കി വെച്ചിങ്ങനെ പോകുന്നു. ഇന്ന് രാവിലെ ചെന്നപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ഫാൻ വർക്ക് ചെയ്യുന്നില്ല. എനിക്കിവരോട് പറയാനുള്ളത്, എനിക്കൊരു പ്രശ്നവുമില്ല. നമ്മുടെ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് എൻ്റെ അപ്പനല്ല, അതിൻ്റെയൊക്കെ തലപ്പത്ത് ആ കോർട്ടസഭയിലേക്ക് തലപ്പത്തിരിക്കുന്ന കള്ളന്മാരാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ തനിയല്ല വരുന്നത്. നാനാഭാഗത്തും ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഈ പുരോഹിതം വന്നതിന് ശേഷം ആ 2-3 പള്ളികളിൽ നിന്ന് ആൾക്കാർ വന്നു. അതൊക്കെ ചർച്ചയൊക്കെ ഞാൻ പറയാം. അതല്ലെങ്കിൽ തന്നെ ഇടവകയിലെ ആൾക്കാർ തന്നെ ഞാനല്ലാതെ പലരും വന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആ ഫാൻ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ കൂടെ ചോദിക്കുന്നത്. എന്നെ ചോദിച്ചു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അവരെ കൂടെ ചോദിക്കുന്നത്. അവൻ്റെ പ്രശ്നം എന്തുവാ? ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ആൾക്കാർ വരരുത്. ദൈവത്തിൻ്റെ ആലയത്തെ മനുഷ്യൻ കയറാത്ത വിധമാക്കി തീർക്കുക നീയൊക്കെ. അതുകൊണ്ട് ആർക്കാ ദോഷം വന്ന്? ട്രസ്റ്റിയാണ്, സെക്രട്ടറിയാണ്, കമ്മിറ്റി മെമ്പറാണ്, പുരോഹിതവർഗമാണെങ്കിലും എല്ലാവന്മാരും മേടിക്കും എത്തും. നിനക്കൊക്കെ അതിൻ്റെ അനുഭവം കിട്ടത്തുള്ളൂ. ഞാനവിടെ ചൂടത്താണെങ്കിൽ ഇത് പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോടിൻ്റെ ആവശ്യങ്ങൾ പറയുക. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോവും. പക്ഷേ എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവം കാണുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിൻ്റെയൊക്കെ ഈ ഓങ്ങി താങ്ങി കുബേരവേല നിങ്ങൾ എല്ലാം കാണുന്നുണ്ട് ദൈവം. ഒരു ട്രസ്റ്റിയോ അല്ലെ സെക്രട്ടറിയോ അല്ലെ കമ്മിറ്റി മെമ്പറോ വികാരിയോ ആയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെങ്ങും ഉയർന്നു പോയില്ല. നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുന്നിലാണ്. നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ചോടയുണ്ടെങ്കിൽ ഇനിയൊക്കെ അല്ല. ഒരു ദേവാലയം പറയും നിങ്ങളുടെ കുടുംബക്കാരല്ല, നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണെങ്കിൽ തന്നെയും ഒരു ദേവാലയ സഭയ്ക്കോ ഒരു സമൂഹത്തിൽ വിട്ടുകൊടുത്താൽ അവിടെ നിങ്ങൾക്കും മറ്റുള്ള അവിടെ വരുന്ന പ്രാർത്ഥിക്കാൻ വരുന്നവർക്കും ഒരേ ആനുകൂല്യമാണ്. നിനക്കൊന്നും അവിടെ ഒരു അധികാരം പറയാനൊക്കത്തില്ല. ഇന്ന് രണ്ട് 10-100 കുടുംബമുള്ള ഒരു ദേവാലയത്തിൽ 5-10 കുടുംബം വോട്ട് ഉള്ളെങ്കിൽ അതും നിങ്ങൾ പിടിച്ചു പറിക്കുക. അത് ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ച് പറഞ്ഞ് കോടതി പോയി സ്വന്തമാക്കുക. അത് എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ ദേവാലയത്തിൽ വരുമ്പോൾ നീ ഫാലോ ചെയ്താൽ എനിക്കൊരു കുന്തം വരാൻ പോകുന്നില്ല. ട്രസ്റ്റിയല്ല, ഏതവനായാലും കള്ളപുരോഹിതനോട് പറയത്തില്ല. അല്ലേ ഞാൻ ട്രസ്റ്റിയോട് പറഞ്ഞു, പുരോഹിതന് ചുണയുണ്ടെങ്കിൽ അവൻ പറഞ്ഞില്ലെന്ന് പറയട്ടെ ഈ കാശ് പോയതിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് പിറ്റേ പറയാനുള്ളൂ,
ഇന്ന് ആത്മീയത എന്ന് പറഞ്ഞാൽ ഇന്ന് ഓരോ പ്രവർത്തനം പറയുന്നത് എൻ്റെ പേര് പുറത്തു വരാനായിട്ടാണ്. ആ ഉണ്ട് നിൻ്റെയൊക്കെ പേര് പുറത്തു വരും. അതങ്ങ് സ്വർഗത്തിൽ എഴുതി വെക്കുകയും ചെയ്യും. നീ മരിച്ച ഉടനെ അങ്ങോട്ട് മാലാഖമാർ കൂട്ടിക്കൊണ്ട് പോകും. പുരോഹിതന് കള്ള പുരോഹിതൻ കാണും, രൂപക്കൂട്ടി വീശാൻ വലിയ വലിയ ആൾക്കാർ കാണും. നീ അതോർത്ത് അവിടെ ഇരുന്നു